എല്ലാം ഭംഗിയായിരിക്കണം. അമ്മായിയുടെ സ്വഭാവം അറിയാലോ. ശരി. ഗോവിന്ദ, എടാ പുറകുവശത്ത് 1-2 കൃഷ്ണദോഷ തേളം നിൽപ്പുണ്ട്. അത് പറിച്ചത് ഇങ്ങോട്ട് നട്ടേക്ക്. കാലത്തെ വല്യമ്മച്ച് പറഞ്ഞു. ആരാ അത്? അടിയനാണ്. ആ, കൊച്ചാലയോ? നീ ഇപ്പൊ പണിക്കൊന്നും പോവാറില്ലേ കൊച്ചാല്? ഇല്ല, കണ്ണിക്കഥ തെങ്ങും തോപ്പല്ല റബ്ബറായി. കണ്ടമാർക്ക് ഇപ്പൊ പണിയില്ല. ചെറുപ്പക്കാരൊക്കെ ടാപ്പിങ്ങിന് ഇറങ്ങും. ഇത്തവണ ഓണത്തിന് എല്ലാവരും വരുന്നുണ്ടെന്ന് കേട്ടു. എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാവരും ഈ ഓണത്തിന് വരണമെന്ന് അമ്മായിക്ക് ഒരേ നിർബന്ധം. ഓർഡർ ഇട്ടാ വരാതിരിക്കാൻ കഴിയുമോ? കൊച്ചാലക്കറിയോ, ഈ തിരുവോണത്തിന് അമ്മായിക്ക് 70 വയസ്സ് തികയ്യ. പിന്നെ വേറെ ചില കണക്ക് കൂട്ടലൊക്കെ ഉണ്ടെന്ന് കരുതിക്കോ. എല്ലാം കൂടെ കഴിച്ചിട്ട് പോവാമെന്ന് വെച്ചു. ഇതിരിക്കട്ടെ. സന്തോഷമായി. എന്താ കണ്ടില്ലേ, മൂത്ത മരുമ വന്ന് ഭരണം ഏറ്റെടുത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എല്ലാരും വരുന്നതിന് മുമ്പേ നമുക്കിങ്ങ് എത്തണമെന്ന്. ഓ, അത് പിന്നെ എങ്ങനെയാ? ഈ മനുഷ്യന്റെ ഹോമിയോപ്പതി ചികിത്സ കഴിഞ്ഞിട്ട് വേണ്ട സമയം. അതിനിപ്പോ എന്താ ഉണ്ടായേ? നീ ചെന്ന് തുടങ്ങിക്കോ ഭരണം. പിന്നെ ഓ, ഈ അച്ഛനും അമ്മ എപ്പോ നോക്കിയാലും വഴക്കാം. ഇറങ്ങിയാൻ ഗേറ്റൊന്ന് തുറക്ക്. ഇറങ്ങിയ പെട്ടി അങ്ങോട്ട് എടുത്ത് വയ്ക്കും. അമ്മേ, അമ്മേ, എത്ര നാളായി വരണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാ സാധിച്ചത്. കത്ത് കിട്ടിയപ്പോ എന്റെ കണ്ണി രണ്ടും നിറഞ്ഞു. മറ്റുള്ളവർ വന്ന് കിടക്കുന്നാലും എനിക്കൊന്ന് കിടക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് എടുത്തു ഏടി. അമ്മേ, സുമതിക്കുട്ടിയെ വിളിച്ചിവിടെ ഒച്ചത്തിലായിക്കോട്ടെ. അമ്മായി അമ്പലത്തിൽ പോയിരിക്കുക. അല്ല, ഇതാര് ചേട്ടനോ? ഇപ്പൊ വരുന്ന വഴിയാണോ? നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നെടുന്തൂട് പോലെ ഞാനൊരുത്തിന് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ആരും കണ്ടില്ലല്ലേ? അയ്യോ, ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടായിരുന്നോ? അല്ല, ചേട്ടൻ ഒറ്റയ്ക്ക് പോന്നല്ലോ. ആ, അതിപ്പോ എങ്ങനെയാ? നല്ലൊരു ഓണായിട്ട് ചേച്ചി മോളും വീട്ടിൽ വേണ്ടേ? അല്ലേ ഏട്ടാ? അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചെന്റെ പൊന്നനീത്തി. എന്നെ കൂട്ടാതെ ചേട്ടൻ ഒറ്റയ്ക്ക് വരാൻ ധൈര്യം ഉണ്ടാവോ? അയ്യോ, ചേച്ചി ആകെ ക്ഷണിച്ചു പോയല്ലോ. രാധിക എവിടെ? വന്നില്ലായിരിക്കും. അമ്മയുടെ അമ്പലത്തിൽ പോയിരിക്കുക. ഓ, വന്നു കേറി ഉടനെ മുത്തശ്ശിയെ മണി അടിച്ചു. സുമതിക്കുട്ടിയും ഡോക്ടറും വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ഹേമമോളോ? മിടുക്കിയായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അച്ഛനെ പോലെ നീ ഹോമിയോ ഡോക്ടർ ആവണം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം അമ്മായി. ഇത് പറഞ്ഞാൽ സുമതിക്കുട്ടിക്ക് മനസ്സിലാവണ്ടേ? ആ, അമ്മായിക്ക് പ്രഷറിന് ഞാൻ നല്ലൊരു ഹോമിയോപ്പതി മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ടൈമിളെ, എനിക്ക് പ്രഷർ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അല്ല, ഉണ്ടായാലോ എന്ന് കരുതി കൊണ്ടുവന്നതാ. നിങ്ങളുടെ ഹോമിയോപ്പതി ഒന്നും എന്റെ അമ്മയ്ക്ക് ആവശ്യമില്ല, അല്ലേ അമ്മേ? കൊച്ചേഷ്ണം വരില്ലേ അമ്മേ? ഈ ചോദ്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദിവസം 10 പ്രാവശ്യം വീതം ഞാനിവിടെ കേട്ടോണ്ടിരിക്കുക. കൊച്ചേഷ്ണം വരുമോ, കൊച്ചേഷ്ണം വരുമോ എന്ന്. വരണോന്ന് ഞാൻ തറപ്പ് ചെയ്തിട്ടുണ്ട്. വരുവോ ആവോ. ഇത്തവണയെങ്കിലും അവന്റെ വിവാഹത്തെ കുറിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് ഞാൻ കരുതിയിരിക്കുക. എല്ലാ മക്കൾക്കും കൂടി ആന്തരിയായിട്ടൊന്നല്ലേ ഉള്ളൂ. മരിക്കുന്നതിന് മുൻപ് ഒന്ന് നടന്നു കാണണമെന്നൊരാഗ്രഹമുണ്ട്. ആ, വന്ന കാലം നിൽക്കാണ്ട് കുളിച്ചു വന്നോളൂ. എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി നടത്തിയിട്ടുണ്ട്. വേണട്ടാ, കുട്ടികളൊക്കെ വന്നല്ലേ, ആ വടക്ക് വശത്തെ നാട്ടുമാവയിൽ ഒരു ഊഞ്ഞാലിടണം. ഇനിയിപ്പോ കഴ വെട്ടി മാവേ കയറി കയറ് വെട്ടി വീണ് പണ്ടാറടങ്ങി ഊഞ്ഞാല് കെട്ടിക്കഴിഞ്ഞു എന്ന് പറയുമായിരുന്നു. എന്താ നീ അവിടെ ചെയ്യണേ? എനിക്ക് ഭയങ്കര വേദന. ഈയിടെ കുറച്ച് കൂടുതലാ. നമുക്ക് നമ്മുടെ മോളെ എന്നെ പോലെ നല്ലൊരു ഹോമിയോ ഡോക്ടറെ കൊണ്ട് കിട്ടില്ല. നമ്മുടെ ആശുപത്രിയിൽ നടന്നു പോകും. നന്നായിരിക്കും. എന്റെ മോക്ക് ഹോമിയോ യുനാനി ഒന്നും വേണ്ട. ടെലിഗ്രാം വന്നു. ഒന്ന് പൊട്ടിച്ച് വായിച്ചേ. കൊച്ചുകൃഷ്ണൻ തന്നെയല്ലേ? എന്താ അവൻ എഴുതിയിരിക്കുന്നേ? എന്താ കുട്ടി? ഇത്തവണയും വരുന്നില്ല. വരണ്ട, അവൻ വരണ്ട. ആരെ കാണാനാ വരുന്നേ?
നെയ്യാറ്റിൻകരയിൽ അവൻ ആരാ ഉള്ളത്? അവൻ വലിയ ആളായില്ലേ, വിമാനം ഓടിക്കുന്നത്ര വലിയ ആളായില്ലേ. അവൻ വരണ്ട. എടി, മുഖത്ത് മീശ വന്ന വലിയവനാവില്ലടി, ശരീരം വളർന്നവൻ. എല്ലാരും പോയിക്കോളിൻ, എല്ലാരും പോയിക്കോളിൻ. ഇവിടെ ഓണവും വേണ്ട, പിറന്നാളും വേണ്ട. മുത്തശ്ശിയുടെ പിറന്നാളല്ലേ, അവനെന്താ? അവൻ വരണ്ട, വരണ്ട. മുത്തശ്ശി, ആരും വരണ്ട, ആരും വേണ്ട, ആരും വേണ്ട, ആരും വേണ്ട, ഓണവും വേണ്ട. കേട്ടില്ലേ, ചെറുമോൻ വരുന്നില്ല എന്ന്. കൊച്ചുകൃഷ്ണന് ഞാൻ മുത്തശ്ശി മാത്രല്ലല്ലോ, അമ്മയും കൂടി അല്ലേ. അവൻ വരുന്നില്ല എന്ന്. വരുന്നുണ്ട് മുത്തശ്ശി. കൊച്ചുകൃഷ്ണേട്ടൻ വരുന്നുണ്ട്. മുത്തശ്ശി തമാശയാക്കാൻ പറഞ്ഞല്ലേ വരുന്നില്ല എന്ന്. എന്നെ കൂടെ ഓ, പ്രാരാബ്ധക്കുറിപ്പായിരുന്നു. ഇനിയിപ്പോ ദാരിദ്ര്യം പറഞ്ഞ് നക്കിത്തരം കാണിച്ച നീ എന്താ വിളിച്ചിരിക്കുന്നത്? ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറക്കി വെക്ക്. ഇറങ്ങുമോളെ. പെട്ടെന്ന് പാറു. മറ്റേ ചെറിയ കുട്ടിയോടെ ഇവിടെ ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചില്ലേ? എടുത്തു വെച്ചെന്നാ. ഇതാ ഒരു കാര്യം എല്ലാം എടുത്തു വെച്ചല്ലോ. അതാ അതല്ല എന്റെ പേഴ്സും കൊണ്ടെടുക്കാൻ. പേഴ്സ് നിങ്ങളുടെ കയ്യിലല്ലേ? അത് ഞാൻ അങ്ങോട്ട് തന്നെ തന്നു. വീട്ടിൽ വെച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നേ. അപ്പൊ പിന്നെ അതെങ്ങോട്ട് പോയി? പോറ്റിയോട്ടില് കാപ്പ് കുടിക്കാൻ കയറിയപ്പോഴേ അവിടെ കാണാൻ വെച്ച് മറന്നോ? ഓ, ഇങ്ങനെ ശ്രദ്ധയില്ലാത്ത ഒരു മനുഷ്യൻ. മനുഷ്യരെ ശ്രദ്ധിക്കാനാ നിന്റെ മോളുടെ തീറ്റ അങ്ങനത്തെ അല്ലേ? എടി തീറ്റ പണ്ടാരം. ഇനി ഇതിൽ വിഴിഞ്ഞ കൂട്ടത്തിൽ പേഴ്സും കൂടെ എടുത്ത് വിഴിഞ്ഞോ? ഞാനോ? അയ്യോ ഇല്ല. പിന്നെ നിന്റെ അമ്മ വിഴിഞ്ഞു. പിന്നെ അമ്മ പേഴ്സാ മറക്കുന്നത്. വീട്ടിന്റെ അടിയിലേക്ക് നോക്ക്. ഇവിടെ ഒന്നും ഇല്ലെന്ന്. മുഴുവൻ അതിലായിരുന്നു. ഞാൻ പേഴ്സ് പോട്ടെ, നിന്റെ രൂപ കൊണ്ട് എടുത്ത്. എന്റെ രൂപയൊന്നുമില്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബസ്സിൽ വരാന്ന്. അതല്ലേ ടാക്സിയിൽ വന്നത്. ആ, എന്നാ കൊടുത്തോ. കൊടുക്കണം പറഞ്ഞാൽ ഞാൻ എവിടെ എടുത്ത് കൊടുക്കാനാ? എന്നാ വേണ്ട. നമ്മളിവിടെ നിന്ന കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. വലിഞ്ഞോ? എനിക്ക് നിൽക്കാൻ നേരമില്ല. കാശിക്കാ സാറേ. ഒന്ന് പിറക്കാതെ നിൽക്കണോ? ഒന്ന് വെറുതെ ഇരിക്കേ. അമ്മയുടെ രൂപമില്ല ഇരിപ്പുണ്ടോ? പേഴ്സ് ഈ പെട്ടിക്കകത്തെങ്ങാനും കാണും. പിന്നെ അങ്ങ് എടുത്തു തരാം. വന്നിറങ്ങിയ പാടെ എന്റെ നാണം കെടുത്തില്ല. ഞാൻ എന്റെ അമ്മയോടല്ലേ ചോദിച്ചത്. വേണ്ട കുറുപ്പേ, അഭ്യാസം ഒന്നും വേണ്ട. ഞാനിത് ഇന്നും ഇന്നലൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. വേണക്കുട്ടാ, ആ ടാക്സിക്കാരൻ എന്താന്ന് വെച്ചാ കൊടുത്തേക്ക്. ഓ, ഇനി ഇപ്പൊ പേഴ്സ് പോയില്ലാന്ന് വെച്ചു, എന്നാലും അമ്മായി എന്നെ കൊടുക്കും അല്ലേ പാറു? അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? ഒന്നുമില്ലെങ്കിൽ രണ്ടാമത്തെ മോളാവുമ്പോ അല്പം സ്നേഹം കൂടും. അതിനിപ്പോ ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. സുഖം തന്നെയല്ലേ അമ്മേ? പുതിയതാണോ അമ്മ ഈ വള? നന്നായിരിക്കുന്നു. നിങ്ങളൊക്കെ ഇന്നലെ എത്തിയോ? ഓ, എല്ലാ അവളുമാരും എത്തിയല്ലോ. കാർത്തികേ, നീ വേണം മുത്തശ്ശിയുടെ പുന്നാര മോളാവാൻ. അങ്ങോട്ട് കൊണ്ട് കൊടുക്കടി. നിനക്കെന്തത്ര നാണം? അമ്മയ്ക്ക് ഞാൻ ഹോർലിക്സ്, ബിസ്ക്കറ്റ്, ഓറഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചവനപ്രാശം മുത്തശ്ശിക്കെന്നും പറഞ്ഞ് പ്രത്യേകം വാങ്ങിയതാ. അങ്ങോട്ട് കൊടുത്തൂടെ? എന്തിനാ ഇതൊക്കെ പാറക്കുട്ടിയെ? എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞ കത്ത് കിട്ടിയപ്പോ സങ്കടം വന്നു. തിരുവോണം മാത്രമല്ലല്ലോ, അമ്മയുടെ പിറന്നാളും കൂടെ അല്ലേ. കയ്യിലാണ് കാശില്ല. എന്താ ഇത്ര ബുദ്ധിമുട്ട്? കുറുപ്പിപ്പൊ സൂപ്രണ്ടായില്ലേ? അത് കൂടാതെ നിനക്കും ഇല്ലേ 12,000 രൂപ? ഓ, അതൊന്നും പറയണ്ട എന്റെ അമ്മേ. ചെലവിന്റെ പുറത്ത് ചെലവാ. ഈ പെണ്ണിനെ കൊണ്ടുവരണ്ടെന്ന് കരുതിയതാ. പിന്നെ നമ്മുടെ കൊച്ചുവിഷം വരുന്ന സ്ഥിതിക്ക് എങ്ങനെ കൊണ്ടുവരാണ്ടിരിക്കുക? എന്റെ മോളെ കാണുമ്പോ എല്ലാരും അവളോട് പറയുന്നു പോലും നിന്റെ മുത്തശ്ശിയെ വരച്ചു വെച്ചിരിക്കുകയാണെന്ന്. അതൊക്കെ ആൾക്കാർ വെറുതെ പറയല്ലേ. ആര് കണ്ടാലും പറയും അവള് നിന്റെ തനിപ്പകർപ്പാണെന്ന്. എന്റെ പോലും അല്ല. കീഴ
ഈരാറ്റുമടം പോറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? മഹാമാന്ത്രികനാ. അദ്ദേഹത്തെ കൊണ്ട് അമ്മായിക്ക് ഞാനൊരു ദേഹരക്ഷ എഴുതി വാങ്ങിച്ചു. എന്തോന്നാ കുറുപ്പേ, ഈ സമ്പ്രദായമൊക്കെ നിർത്താറായില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. ഇതിനാ ഈ മനുഷ്യൻ കാശ് കളയുന്ന മുഴുവനും. അമ്മയെ ഉടുപ്പെന്ന് ഊരാൻ പറയൂ. കയ്യിലും കഴുത്തിലും എന്തൊക്കെയാ കെട്ടി തൂക്കിയിരിക്കുന്ന നോക്കൂ. അരിയിലും ഉണ്ട് ഒരു 5-6 അരയില് എണ്ണം പറയാതെ എന്റെ പാറു. ഇതൊക്കെ ഒരു ദേഹരക്ഷയ്ക്കല്ലേ അമ്മായി? നിങ്ങളുടെ ഈ രക്ഷയെടുത്ത് കാരണം എനിക്കും മക്കൾക്കും രക്ഷയില്ലാണ്ടായി. നിന്റെ രക്ഷയ്ക്ക് ഞാനില്ലേ പാറു? വരാം വരാം എന്ന് എല്ലാ കത്തിലും പറയുന്നതല്ലാതെ ഒരിക്കലും വരലുണ്ടാവില്ല. എനിക്കറിയില്ല നിന്നെ. അതെങ്ങനെയാ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകാതിരുന്ന ആകാശം ഇടിഞ്ഞു വീഴില്ലേ? ഇതിപ്പോ അമ്മ തന്നെ നേരിട്ട് എഴുതിയപ്പോ വരാണ്ടിരിക്കാൻ പറ്റൂ? പ്രത്യേകിച്ച് കൊച്ചേഷം വരുന്നതല്ലേ. അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ടാ എന്നെ പ്രത്യേകം കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. എടി സുമതി കുട്ടി, നിന്റെ ഈ മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂടി. അമ്മ അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചോണ്ട് ഒന്നിച്ചൊന്ന് കൂടാൻ പറ്റി. അമ്മ ഫോൺ ചെയ്യുമ്പോ നിങ്ങൾ ആരൊക്കെ വന്നില്ലെങ്കിലും രാധികയെ കൊണ്ടുവരണമെന്ന് എടുത്തു പറഞ്ഞു. എന്തൊക്കെയോ കണക്കുകൂട്ടലുണ്ടെന്ന് വെച്ചോളൂ. നിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും നടക്കില്ല എന്റെ പൊന്നു ചേച്ചി. അയ്യോ മിനിക്കുട്ടി, എന്താ ഇത്? ഈ മുറി തുറക്കാൻ പാടില്ലെന്നറിയില്ലേ? ഞങ്ങൾ കളിക്കാൻ വന്നതാ. ഇത് കളിക്കാനുള്ള സ്ഥലമാണോ? ഇതിനകത്ത് ആർക്കും കേറാൻ പാടില്ലെന്നറിയില്ലേ? കേറിയാൽ എന്താ? ഇത് അമ്പൂറ്റുമാന്റെ പൂജാമുറിയാ. പഴനിയാണ്ടവാ. അടുത്തത് കാശി യാത്രയാണ്. ചിങ്ങം പകുതിയോടെ പുറപ്പെടണം. ഹരിയോം ഹരി. എന്നാലല്ലേ പുറപ്പെട്ടുള്ളൂ, വൈകിക്കണ്ട. ഹരിയോം ഹരി. അമ്മേ മഹാമായേ, യാത്രയൊക്കെ സുഖമായിരുന്നു അമ്പൂറ്റി. ദൈവകൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. മൂകാംബികയിലും പഴനിയിലും തിരുപ്പതിയിലുമെല്ലാം ദർശനം ഐശ്വര്യമായിരുന്നു. കുടജാതിയിൽ വെച്ച് ഒരു യോഗിവരനെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം തന്ന ഏകമുഖ രുദ്രാക്ഷം അമ്മയ്ക്കിരിക്കട്ടെ. അമ്പൂറ്റി കുളിച്ചെല്ലാം കഴിക്കാൻ നോക്ക്. ആവട്ടെ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എപ്പോ എത്തി? ഇപ്പോഴെത്തി. തിരുപ്പതി അടിവാരത്തിൽ പഴയ ഏട് നോക്കി ഫലം പറയുന്ന ഒരു ജോത്സ്യനുണ്ടെന്ന് കേട്ടു. അറിയാമോ? തുടങ്ങി നിങ്ങളുടെ ഒരു ജോത്സ്യം. അറിയാമോ? അടുത്ത വാരം ഞാൻ അടിവാരത്തിലേക്കാണ് പോകുന്നത്. എന്റെ അമ്പുജാക്ഷ, നിനക്ക് ഇനിയെങ്കിലും ഈ യാത്ര ഒന്ന് നിർത്തിക്കൂടെ? പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അംബുജാക്ഷനല്ല, അമ്പൂറ്റി സ്വാമിയാണ് കുഞ്ഞെ. കുഞ്ഞോ? ഇത് നിന്റെ ചേച്ചിയാണ്. എല്ലാവരും നമുക്ക് കുഞ്ഞുങ്ങളാണ് കുഞ്ഞെ. ഹരിയോ. നിന്റെ ആങ്ങളെ ശരിയാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. വേണ്ട. വേണ്ടെങ്കി വേണ്ട.